മാമലക്കാട്ടിൽ നിറയെ പുലികളുണ്ടായിരുന്നു. വരയംപുലി, കരിമ്പുലി, ചീറ്റപ്പുലി, പിന്നെ ഗതി കിട്ടാതെ അലയുന്ന ഒരു പുള്ളിപ്പുലിയും. ഞാൻ കണ്ടോണ്ടിരിക്കടാ. ഓണക്കാലായപ്പോ വെയിൽ തന്നെ നല്ല തിളക്കായല്ലേ, ഒരു സ്വർണ്ണ തിളക്കം. ഗൾഫിലുള്ളപ്പോ ഓണക്കാലം വന്ന മനസ്സിനുള്ളിൽ ആകെ ഒരു വിങ്ങലും പുകച്ചിലൊക്കെയാ. ശരീരം എവിടെയും മനസ്സ് മുഴുവൻ എവിടെയും. നാട് വിട്ടപ്പോ നഷ്ടായതൊക്കെ സത്യം പറഞ്ഞ അപ്പഴാ മനസ്സിലായത്. അതിപ്പോഴെങ്കിലും നിനക്ക് മനസ്സിലായല്ലോ. നന്നായടാ, മനസ്സിലായടാ. കഴിഞ്ഞ 12 കൊല്ലം എനിക്ക് നഷ്ടായതൊക്കെ ഉണ്ടല്ലോ, ഈ ഓണക്കാലത്ത് എനിക്ക് തിരിച്ചു പിടിക്കണം. അതെന്റെ ഒരു വാശിയാണ്. അതിനെന്താണോ മനോഹര, നമുക്ക് അടിച്ചു പൊളിക്കാന്നേ. കാലത്ത് തന്നെ 2 അടിക്കും, പിന്നെ പുറത്തേക്ക് ഇറങ്ങണം. ഉച്ചക്ക് വരണു, ഫുഡ് അടിക്കണു, കിടന്നിറങ്ങണു, വീണ്ടും പുറത്തേക്ക് ഇറങ്ങണു, രാത്രി അടിയോടെ. പിന്നല്ല, നമ്മള് തകർക്കും, ശരിക്കും തകർക്കും. ഞാനെന്തായാലും നീ ഇനി തിരിച്ചു പോണവരെ പണിക്കൊന്നും പോകില്ല. ഫുൾ ടൈം നിന്റെ കൂടെ ഉണ്ടാവും. അല്ലെങ്കിൽ നീ എന്നാ പണിക്ക് പോവാറുണ്ട് രാമകൃഷ്ണ? മനോഹര, ഇവൻ പണിക്ക് പോണ ദിവസം മുഴുവനും ഇവന് ഛർദിയും തലയില്ല. എന്നവന്റെ ഭാര്യയ്ക്കോ അത് ഇതുവരെ ഉണ്ടായിട്ടില്ല. കഷ്ടം. ഞങ്ങളതിന് ഫാമിലി പ്ലാനിങ്ങിലാ. ഓ, നിന്റെ ഒരു ഫാമിലി പ്ലാനിങ്, അതിന് കുറച്ച് മെനക്കെടണം, പണിയുണ്ട് അല്ലേ? മനോഹര, നീ ഗൾഫിലേക്ക് പോയപ്പോ കൊടുക്കത്ത ഗ്ലാമർ ആയിട്ടാ നമ്മളേക്ക് ഒരു 10 വയസ്സ് കുറഞ്ഞുട്ടാവും. അതിവിനെ ഈന്തപ്പഴം നിന്നിട്ടാവും. അറബികളൊക്കെ അത് മാത്രം തിന്നത്രേ. അവർക്കൊക്കെ കൊടുക്കത്തെ ഗ്ലാമർ അല്ലേ. പിന്നെ ഒരാഴ്ചയിലാഴ്ചയിൽ മുടിയും വെട്ടും, താടിയും സെറ്റ് ചെയ്യും. അവിടെ പോയിട്ടൊരു സലൂൺ തുടങ്ങിയാൽ മതിയായിരുന്നു. അൽ ദൈവസഹായം സലൂൺ, ദുബായ് ജംഗ്ഷൻ, ദുബായ്. ഓപ്പറേറ്റർ അൽ സേവിയർ. എങ്ങനെയുണ്ട്? എന്നാ വേണ്ട, എന്നിട്ട് കടയ്ക്ക് പാട്ടാ. ഞാൻ വരുന്നില്ലേ. മനോഹര, നീ ഗൾഫിലെ വിശേഷങ്ങളൊക്കെ ഒന്ന് പറഞ്ഞേ, കേക്കട്ടെ. എന്തൊട്ട് വിശേഷങ്ങളാടാ. അവിടെ മനുഷ്യനും മിഷനുകളൊക്കെ ഒരുപോലെ തന്നെയാ. എന്തിന്റെയൊക്കെ പിന്നാലെ ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ഓടി ഓടി മിഷനോളം ഒരു ദിവസം നിൽക്കും. എന്നാലും മനുഷ്യന്മാരെ നിൽക്കലുണ്ടാവില്ല. നിൽക്കാനിരിക്കാനും സമയമില്ലാണ്ട് ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും. അത്ര തന്നെ. നീ തിരിച്ചു പോയി ഞങ്ങൾക്കൊക്കെ ഒരു വിസ റെഡിയാക്കി താടാ. നമുക്ക് എല്ലാവർക്കും അവിടെ പോയിട്ട് അടിച്ചു പൊളിക്കാം. ജേക്കപ്പേ, ഞാനിനി ചിലപ്പോഴേ തിരിച്ചു പോവുള്ളൂ. അവന്റെ പാസ്പോർട്ട് എലി കടിച്ച നന്നായി. അപ്പൊ അതിലൊരു തീരുമാനമായി. നമ്മുടെ നാടും നാട്ടുകാരൊക്കെ ഒരുപാട് മാറിയില്ലേ? നീയൊന്നും ഉണ്ടായിരുന്നു മനോഹര, ഇവിടെ ഒന്നും മാറിയില്ല. ആൾക്കാർ ഒരു കാര്യമില്ലാണ്ട് നേരം വിളിച്ചാകുമ്പോ എനിക്കുന്നു, അപ്പ ഇടുന്നു, ചായ കുടിക്കണു, ഉച്ചയാകുമ്പോ ഊണ് കഴിക്കണു, വൈകിട്ട് ഒരു ചായ, രാത്രി ഊണ്, അതിനുശേഷം ഡിങ്കോലാഫി, പിന്നെ കൂർക്ക മലിച്ചു കിടന്ന് ഉറങ്ങണു. ഇതിലൊന്നിട്ട് ഇപ്പൊ എത്ര മാറ്റം. അത് പറഞ്ഞ ശരിയാണ്. നമ്മുടെ റോഡ് കോള് ശാന്തയുടെ വീട് ഇപ്പോഴും ഉണ്ട്. പിന്നെ നമ്മുടെ ശേഖരന്റെ ചാരായ ഷാപ്പ്, നമ്മുടെ നായരുടെ പലചരക്കട, പിന്നെ ഈ സേവിയറിന്റെ ബാർബർ ഷോപ്പും മമ്മദിന്റെ ചായക്കട. ഇവിടെ ഒന്നും മാറിയിട്ടില്ല മനോഹര. രാമകൃഷ്ണ, എന്റെ കോഴി ക്ലാസ് ഉണ്ടെന്നാണ്. അതവന്റെ പോക്കറ്റ് ഒട്ടി പിടിച്ചിരിക്കാൻ തോന്നുന്നു. അമ്മേ, ദേ ഏട്ടൻ വന്നു. ഏട്ടാ, എന്തൊരു ഇതുകൊണ്ടാ ചേട്ടൻ സ്വീകരിക്കാൻ തന്നെ? ഞാൻ ഓല വെട്ടായിരുന്നു ഏട്ടാ. സുഖല്ല നിനക്ക്? ആ, പിന്നെ ചേട്ടൻ്റെ പിള്ളേർക്ക് സുഖം? സുഖം തന്നെ ഏട്ടാ. സുഖല്ലേ? എത്ര കാലായിടാമോ നിന്നെ കണ്ടിട്ട്. താഴത്തും തലയിലും വെക്കാണ്ടല്ലടാ നിന്നെ ഞാൻ വളർത്തിയത്. എന്നിട്ട് എന്നോടൊരു വാക്ക് പോലും പറയാതെ രാത്രിക്ക് രാത്രി നീ ഓടിപ്പോയില്ലടാ മോനെ. അല്ല, ഇവപ്പൊ ഗൾഫിൽ നിന്ന് വരെ അത് ഗൾഫിലേക്ക് പോവേ, എന്താ സംഭവം? 12 വർഷത്തെ വിഷമല്ലടാ. അവരെ നിലവിളിച്ച് തീർക്കട്ടെ. അവരെ കൊണ്ട് അതൊക്കെ അല്ലേ പറ്റൂ. ഒന്നും നിർത്താൻ. ഞാൻ ചത്തിട്ടൊന്നുമില്ലല്ലോ, തിരിച്ചു വന്നില്ലേ? പിന്നെന്താ?
വേഗം നടക്ക് പിള്ളേ. ഞാനൊന്ന് പള്ളി പോട്ടുരാം. ആ, ശരി. അപ്പൊ ശരി. ശരി ശരി. എന്തുട്ടതില് അതൊന്ന് പിടിച്ചേ. എത്ര കാലമായി എൻ്റെ മോൻ ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്നത് കണ്ടിട്ട്. അമ്മ ദേ വീണ്ടും കരച്ചിൽ തുടങ്ങിയല്ലോ. അമ്മ ഞാൻ തിരിച്ചു വന്നില്ലേ, പിന്നെ എന്തുട്ടാ കരയണേ? ഞാൻ കരയൂടാ, ഇനിയും കരയും. പെറ്റ തള്ളയുടെ വയറിൻ്റെ ദണ്ണ അറിയണമെങ്കിലേ നിനക്ക് പിള്ളേരുണ്ടാവണം. കഴിക്ക്, വയറ് നിറച്ച് കഴിക്കും മോനെ. എന്താ കായോർത്ത് വേണോ? വന്നെടുത്തോ. എടുത്തോ. തല്ലൂടണ്ട, നിങ്ങളോട് എടുത്തോ. വാ. നശൂലങ്ങളെ കൊണ്ട് ഞാൻ തോറ്റു. വായടച്ച് നിക്കടി. അവര് കുട്ടികളാകുമ്പോ ഇത്തിരി വികൃതിയൊക്കെ കാണിക്കും. അത് ശരിയാ. അച്ഛൻ പണ്ട് കാപ്പിലിടാൻ കൊണ്ടുവരുന്ന പലഞ്ചക്കര മൊത്തം കട്ടുകൊണ്ടിരുന്നത് ഇവളാ. എന്നിട്ട് അതിന്റെ തല്ലിടുന്നത് മുഴുവൻ എനിക്ക്. കുരുത്തക്കേണ്ട കാര്യത്തിൽ ആമ്പിള്ളേരെ വല്ലായിരുന്നു ഇവള്. അതിപ്പോഴും എങ്ങനെ നേട്ടാ? അമ്മ ഇത് കണ്ടൊന്നുള്ളണത്. തന്നോളം പോകുന്ന 2 കുട്ടികളായി, എന്നിട്ട് 2 കുട്ടികളെ മാറിയിട്ടില്ല. പോട്ടമ്മേ, സ്വന്തം വീട്ടിലൊന്നും ഇവരിപ്പോഴും കുട്ടികൾ തന്നെയല്ലേ. ഓ, ഒരു കുട്ടികള്. കോവേട്ടനൊരു വിസ ശരിയാക്കി തരണമെന്ന് പറഞ്ഞ് ഞാൻ എത്ര തവണ നിനക്ക് കത്തെഴുതി. വിസ പോട്ടെ, ഒരു മറുപടി പോലും നീ അയച്ചില്ല. ചേട്ടൻ മണക്കത്തില്ല. എന്റെ ചേച്ചി, ഞാൻ നോക്കാഞ്ഞിട്ടല്ല, വിസ കിട്ടണ്ടേ. മാത്രമല്ല മൂപ്പർക്ക് എപ്പോഴും ശ്വാസം മുട്ടിന്റെ അസുഖമുള്ളതല്ലേ. അവിടെ പുറത്തൊക്കെ പണിയെടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാ. എന്നാ പിന്നെ ആൾക്കൊരു ഓഫീസ് ജോലി ശരിയാക്ക്. അല്ലെങ്കിലും മൂപ്പർക്ക് എവിടെയും ഇരുന്നിട്ടുള്ള ജോലി ഇഷ്ടം. അവിടുത്തെ മുറിയിൽ AC ഉണ്ടാവൂലോ. മൂപ്പർക്ക് AC ജോലി ഭയങ്കര ഇഷ്ടാ. ആളെപ്പോഴും ബസ്സിലെ കിളിയനല്ലേ. അതെ. എന്തായാലും നിന്റെ വീട് പണി? ചുമര് പണി കഴിഞ്ഞു. മേൽക്കൂരയ്ക്കുള്ള മരം എടുക്കണം. ബാക്കി മനോരേട്ടൻ വന്നിട്ട് ചെയ്യാന്നാ ഏട്ടൻ പറയണേ. മൂപ്പർക്ക് ഇപ്പൊ എവിടെ പണി? കോഴിക്കോട് ഒരു മരക്കമ്പനിയില്. എന്തേ? ഒന്നുമില്ലേ. അപ്പളേക്ക് നിർത്തിയോ? അതെ, ഒരു കാര്യം അറിയോ? ആ സീതയുടെ കല്യാണം കഴിഞ്ഞൂട്ടാ. കെട്ടിയവന് കൊല്ലത്തൊരു കമ്പനിയിലെ ജോലി. നല്ല കുടിയനാ. ഇടയ്ക്കൊക്കെ വീട്ടിൽ വരുള്ളൂ. വന്നാ കള്ളു കുടിച്ച ആ ദുഷ്ടൻ ആ പെണ്ണിനെ പൊത്തിര തല്ലു. ചെലവിന് പൈസയൊന്നും കൊടുക്കാതുകൊണ്ട് ആ പെണ്ണിപ്പോ ഒരു ഇഷ്ടേക്കളത്തിൽ പണിക്ക് പോവാ. ഇത്ര കാലമായിട്ട് കുട്ടികളായിട്ടില്ല. അതൊരാശ്വാസ. എന്ത് ഗ്ലാമർ ഉണ്ടായിരുന്ന പെണ്ണ. ഇപ്പൊ ഒന്ന് കാണണം. ഓവിലിട്ടു വലിച്ചോലായി. അയ്യോ, നിനക്ക് അവളുടെ കാര്യം ഇപ്പൊ തന്നെ വിളമ്പേണ്ട വല്ല കാര്യണ്ടാ? ചെക്കൻ ആകെ വിഷമായി. അവളിപ്പോ പറഞ്ഞില്ല എന്താ അമ്മ തെറ്റ്? എന്തായാലും അവൻ അറിയേണ്ടതല്ലേ. ഞാനൊരു തഞ്ചത്തിലും നയത്തിലും ഇത് പറയാൻ നിൽക്കായിരുന്നു. എല്ലാം ഈ ചേട്ടൻ നശിപ്പിച്ചു. മാറിക്കടി. ഈ പാവ എന്റെ എനിക്ക് പറ്റില്ലത് എനിക്ക് വേണം. എന്നിട്ട് എനിക്ക് കാട്ട്. എനിക്ക് കാട്ട്. അതിങ്ങോട്ട് കൂടി ഞാൻ നിനക്ക് തരില്ല. ഞാൻ എന്റെ അമ്മോട് പറയൂട്ടാ. എന്നാ നീ പോയി പറഞ്ഞു. എനിക്കൊരു ചുക്കില്ല. അവള് സീതയെക്കുറിച്ച് പറഞ്ഞിട്ട് നിനക്ക് വിഷമായോ? അന്ന് അമ്മ അവളെ കെട്ടണ്ടെന്ന് പറഞ്ഞ ഒറ്റക്കാലിൽ നിന്നോണ്ട് ഇപ്പം എന്തായി? നീ പേർഷ്യയിൽ പോയി അന്തസ്സായിട്ടൊരു ജോലി കിട്ടി, പണവും പത്രാസും ആയി, ഒപ്പം പെങ്ങന്മാർക്ക് നല്ലൊരു ജീവിതവും കിട്ടിയില്ലേ? ഇന്നിപ്പോൾ ആ സീതയെ പോലെ എത്ര പെണ്ണുങ്ങളെ വേണമെങ്കിലും നിനക്ക് കിട്ടും. അത് ഈ നാട്ടിൽ നിന്ന് തന്നെ. അമ്മയൊന്ന് ആലോചിക്കട്ടെ. എൻ്റെ അമ്മ 2 വിമാനം കയറി കുറേ യാത്ര ചെയ്തിട്ടാ വന്നേക്കണേ. നല്ല ക്ഷീണമുണ്ട് എനിക്കൊന്ന് ഉറങ്ങണം. എന്നാ ഉറങ്ങിക്കോ.
കഴിക്കേണ്ട സാധനങ്ങളൊക്കെ ചോദിക്കും. ആർക്കും ഒന്നും കൊടുക്കണ്ട, എല്ലാരും അസൂയക്കാരാ. ഇപ്പൊ തന്നെ ഈ മാല കൊണ്ടുവന്നതിന് അപ്പുറത്തും ഇപ്പുറത്തുള്ളവർക്ക് എന്താ കുശുമ്പ്. നമ്മൾ നേരെയാവണതേ ഒരാൾക്കും കണ്ടുകൂടാ. അതിന്റെ കുന്ത്രാണ്ടൊന്നും പിടിച്ചു തിരിക്കാണ്ട് ഇറങ്ങി പോകേണ്ട പിള്ളേരെ. വണ്ടി മുസ്തഫ കൊണ്ടുവച്ച് പോയതാ. നീ ഉറങ്ങാന്ന് പറഞ്ഞപ്പോ വിളിക്കണ്ടെന്ന് പറഞ്ഞ അവൻ തിരിച്ചുപോയി. വൈകിട്ട് ക്ലബിൽ മീറ്റിംഗ് ഉണ്ട് അത്ര ഇന്ന്. അതിന് ചെല്ലാൻ പറഞ്ഞു നിന്നോടവൻ. ദാ മാമനോട് നമ്മളെ വണ്ടി കയറ്റും ചോദിച്ചാലോ? ഞങ്ങൾ ഇരുത്തി ഒന്ന് ഓടിക്കോ മാമ? അതിനെന്താ വാ കയറടാ. മതി മതി ഇറങ്ങ. ഇനി മാമൻ പൊക്കോട്ടെ. സൂക്ഷിച്ചിറങ്ങ്. ഇതങ്ങനെ നോക്കിക്കണേ, നിങ്ങക്ക് കയറണ്ടേ? വേണ്ട വേണ്ട, ഈ കുന്ത്രണ്ടത്തിലൊന്നും പെൺകുട്ടികൾ കയറാൻ പാടില്ല. അതൊക്കെ ആൺകുട്ടികൾക്ക് മാത്രം കയറാനുള്ളതാ. ഇതൊക്കെ അമ്മയുടെ ആരാ പറഞ്ഞേ? ഇതിലെല്ലാവർക്കും കയറാം. നിങ്ങൾ കയറി സൂക്ഷിച്ച് കയറിയില്ലേ? അപ്പൊ റൈറ്റ്. ചാടി ഇറങ്ങി നടക്കാണ്ട് നേരത്തെ വീട്ടിലേക്ക് എത്തിക്കോളാം. ആ ഞാൻ പോയിട്ടുണ്ട് എൻ്റെ അമ്മേ.